അല്ലാഹുവേ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് 41 വിഭാഗത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കടന്നു വരുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ടായി വേർതിരിക്കുകയാണ്. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അല്ലാഹു രണ്ടായി 2 പാർട്ടികളായി പടച്ചവനെ വേർതിരിക്കുകയാണ്. എന്നിട്ട് നരകവാസികൾ മുഴുവനും നരകത്തിലേക്ക്, സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലേക്ക്. എല്ലാവരും 2 വിഭാഗമായി പിരിയുകയാണ്. എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന അവസാനത്തെ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനും നരകത്തിൽ നിന്ന് കരകയറിയിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അതാ റിദ്വാനെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ സ്വർഗത്തിന്റെ കവാടം അടയ്ക്കുകയാ. എല്ലാവരും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. സ്വർഗത്തിന്റെ കവാടവും അടച്ചു, നരകത്തിന്റെ കവാടവും അടച്ചു. അല്ലാഹുവേ ഇദാ ദഖല അഹ്ലൽ ജന്ന, സ്വർഗത്തിന്റെ കവാടമടച്ചു കഴിഞ്ഞു. എല്ലാവരും സ്വർഗത്തിലാണ്. അല്ലാഹുവേ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അവിടെ നമസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, ഖുർആൻ ഓതണ്ട, പടച്ചവനെ വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാ. ചോദിക്കാനും പറയാനും ഒരാളുമില്ല. ഇഷ്ടമുള്ളത് തിന്നു കുടിച്ചുകൊണ്ട് പടച്ചവനെ കള്ളു കുടിക്കാം, അവിടെ കിടന്ന് വ്യഭിചരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാ. ചോദിക്കാൻ ആരുമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ എല്ലാവരും ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്. അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. എല്ലാവരും സന്തോഷത്തോടെ നടക്കുകയാണ്. എല്ലാവരും ആസ്വദിച്ച് നടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അതുരീദൂന ശൈആ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. സ്വർഗവാസികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ ജനങ്ങളല്ലാ, സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? എന്തിനാണ് നബിയെ സ്വർഗത്തിൽ വെച്ച് അൽഹംദുലില്ലാഹ് പറയുന്നത്? ആ സമയത്ത് സ്വർഗവാസികൾ കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, പടച്ച റബ്ബേ, അലം തബയ്യദ വജൂഹനാ. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പല പല രൂപങ്ങളിൽ ജനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും പേടിച്ച് പറച്ചുകൊണ്ട് മുഖം താഴ്ത്തി പിടിച്ച, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ, വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താനികത്ത് കടന്നു വന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യരിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, ആ ചെമ്മിന്റെ തറയുണ്ടല്ലോ. അല്ലാഹുവേ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഗർഭിണികളായ പെണ്ണുങ്ങളെ പ്രസവിച്ചാൽ വേദന അറിയാത്ത ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ വിളിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ. എല്ലാവരും പേടിച്ച് പറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്ന ദിവസമുണ്ടല്ലോ. നീ എന്റെ മുഖത്ത് ചിരി തന്നവനാണ് റബ്ബേ, എന്റെ മുഖത്ത് സന്തോഷം തന്നവനാണ്. അല്ലാഹുവേ, وتنجنا من النار. നിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് കരിയേണ്ടവനാ, ആ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കേണ്ടവനാണ് ഞാൻ. എന്നിട്ടും അല്ലാഹ് നിന്റെ കരുണ കൊണ്ട് നീ എനിക്ക് നരകമോചനം നൽകി. പ്രവാചകന്മാരെ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ
എല്ലാവരും കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമെന്ന് കാണാൻ യോഗ്യതയില്ലാത്തവനാണ്. ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. അങ്ങനെയുള്ള എനിക്ക് നീ സ്വർഗം തന്നവനാണ് തമ്പുരാനേ. അതുകൊണ്ട് നാഥാ, എനിക്കതിനെക്കാരും എന്താണ് വേണ്ടത്? എനിക്കതിനെക്കാരും എന്താണ് വേണ്ടത്? എനിക്ക് നീ സ്വർഗം തന്നല്ലോ തമ്പുരാനേ, എനിക്ക് നരകമോചനം തന്നല്ലോ തമ്പുരാനേ, എന്റെ മുഖത്ത് സന്തോഷം തന്നല്ലോ തമ്പുരാനേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്. അല്ലാഹ് പിന്നെയും ചോദിക്കുന്നു, നിനക്കെന്താണ് വേണ്ടത്? നീ സ്വർഗത്തിലാണുള്ളത്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചോദിക്കുന്നത് തരുന്ന ദിവസമാണ്. അങ്ങനെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗവാസികളോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ സഹാബാ, സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്, സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവനേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. അല്ലാഹുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഉമ്മയെ കണ്ടു, ഞങ്ങളുടെ വാപ്പയെ കണ്ടു, ഞങ്ങളുടെ കൂടപ്പിറപ്പിനെ കണ്ടു, ഞങ്ങളുടെ ഭാര്യയെ കണ്ടു, ഞങ്ങളുടെ മക്കളെ കണ്ടു, ദുനിയാവിന്റെ ആഡംബരം കണ്ടു, ഇസ്രായേലിനെ കണ്ടു, ഖബർ കണ്ടു, ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകളെ കണ്ടു. അല്ലാഹുവേ, അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോ അല്ലാഹുവേ, മഹ്ശറ കണ്ട തമ്പുരാനേ, നരകം കണ്ട തമ്പുരാനേ, സ്വർഗം കണ്ട തമ്പുരാനേ, ഹൗലുൽ കൗസർ കണ്ട തമ്പുരാനേ, നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളെ പ്രവാചകന്മാരെയും ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ അല്ലാഹ്, കാണേണ്ട ഒരാള് എന്ന് വരെ ഞങ്ങളെ കണ്ടില്ല റബ്ബേ. കാണേണ്ട ഒരാളെ മാത്രം ഞങ്ങൾ ഇന്ന് വരെ കണ്ടില്ല. അല്ലാഹുവിന്റെ പള്ളികൾ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിന്നെ കാണാതെ നിന്നെ മുന്നിൽ വന്ന് തലകുനിച്ചവരാ. അതുകൊണ്ട് റബ്ബേ, നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ടല്ലോ. സ്വർഗവാസികൾ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവരുടെ തലയെന്ന് ഉയർത്തുമ്പോ നബി പറയുകയാ, ഫയർഫഉൽ ഹിജാബ്. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്, പടച്ചറപ്പ് തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്. എല്ലാവരും അല്ലാഹനെ കാണുകയാ, എല്ലാവരും പടച്ച റബ്ബിന്റെ ലിഖാഹ് കാണുകയാണ്. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗവാസികളോട് അല്ലാഹു സലാം പറയുകയാ. അതാ സ്വർഗവാസികൾ മുഴുവനും അല്ലാഹുവിനെ കണ്ടുകൊണ്ട് സലാം അടക്കുകയാണ്. സഹാബത്തേ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? അത് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും റബ്ബുണ്ടല്ലോ. അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൂടെ എല്ലാരും ഇങ്ങനെ നടക്കുമ്പോ അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട, എന്തു വേണമെങ്കിലും ചെയ്യാം, അതിരുകളില്ലല്ലോ. എല്ലാരും ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹ് ചോദിക്കടാ, ചങ്ങാതി നിനക്ക് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട അല്ലാഹ്, എന്നെ നീ രക്ഷപ്പെടുത്തിയില്ല, അതെന്നെ മതി. നരകത്തിന്റെ തീകകത്ത് കിടന്ന് കരിയണ്ട എനിക്ക് നീ അതിനകത്തുനിന്ന് മോചനം നൽകി.
അല്ലാഹുവേ, ഈ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് നീ സ്വർഗം തന്നു, ഇതിനെക്കാലി എന്റെ അല്ല വേണ്ടേ? അല്ല ചോദിക്ക, വല്ലതും വേണമെങ്കിൽ പറയടാ, നീ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, ഇന്ന് എന്ത് ചോദിച്ചാലും നിനക്ക് തരാം. ആ സമയത്ത് സ്വർഗവാസി പറയുവത്രേ, റബ്ബേ, എന്റെ ഉമ്മച്ചിയെ ഞാൻ കണ്ടു, എന്റെ വാപ്പാനെ ഞാൻ കണ്ടു, എന്റെ സഹോദരനും സഹോദരിമാരെ ഞാൻ കണ്ടു, എന്റെ ഭാര്യയെ കണ്ടു, എന്റെ മക്കളെ കണ്ടു, ഈ ദുനിയാവും അതിന്റെ ആഡംബരവും കണ്ടു. അസ്രായീൽ എന്ന് പറയുന്ന മലക്കിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഖബർ കണ്ടു. അല്ലാഹുവേ പടച്ചവനെ, പരലോകം കണ്ടു, മഹ്ശറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും ഞാൻ കണ്ടു. പക്ഷെ കാണേണ്ട ഒരാളെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, കാണേണ്ട ഒരാളെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്റെ മനസ്സിൽ ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട്. അതാരെന്നറിയോ? പടച്ചവനെ, നിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. റബ്ബേ, നീ എന്റെ രക്ഷിതാവാണ്, നീ എന്റെ റബ്ബാണ്. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്നെ എനിക്ക് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. സ്വർഗവാസികൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, എല്ലാവരും അല്ലാഹുവിനെ കാണും നമ്മുടെ ഈ കണ്ണുകൊണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഞാനും നിങ്ങളും കാണും. ഖുർആൻ പറഞ്ഞു, വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹു ആ ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.